ഒരു ഹെയർ കട്ടിന് പോവാണ്. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ ഈ വർഷവും ആയപ്പോൾ ഞാൻ വർഷം ഒരു വട്ടം മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം അതിനുള്ള മുടി ഉള്ളടാ എൻ്റെ തലയിൽ. കാരണം ഹെയർ കട്ടിന് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ വെട്ടിക്കളയുന്ന മാത്രമല്ല, നല്ലോണമെങ്കിലും ചീപ്പുമ്പോൾ കുറേ പൊടിയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഒരു വർഷം, പിന്നെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഒരു വർഷം അതെങ്ങനെയും മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ വർഷത്തിലൊരിക്കൽ പോയി ഹെയർ കട്ട് ചെയ്യും. സോ ഇന്ന് ഞാൻ അങ്ങനെ പോവാണ്. ഞാൻ ശരിക്കും ലെയർ കട്ടാണ് എപ്പോഴും ചെയ്യാറ്. പക്ഷെ എനിക്ക് ഈ വട്ടം എന്തെങ്കിലും മാറ്റി പിടിക്കണമെന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വട്ടം എനിക്ക് ഇവിടെ കുറച്ച് ബാങ്ക്സ് ഒക്കെ ഇങ്ങനെ വേണമെന്നുണ്ട്. സോ എനിക്കറിയില്ല. ഞാൻ എന്തായാലും അപ്പോയിൻമെൻറ്റ് എടുത്ത് 3:30-ക്കാണ്. മണി 3:20 നമ്മൾ പിന്നെ സമയത്തിനല്ലേ ചെല്ലൂ. ഇനിയിപ്പോൾ വേണം. അപ്പം ഞാനും പുള്ളിയും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു പ്ലീസ് എൻ്റെ കൂടെ വാ, എന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് കാലത്ത് പോകാനാണ്, പുള്ളി സമ്മതിച്ചുകൊണ്ട് എനിക്ക് പോകാൻ പറ്റും. സോ ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് എന്ന് ഞാനൊരു ഫ്രോക്കാണ് വെയർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതിൻ്റെ ബാക്ക് ഇങ്ങനെ ഇരിക്കും, എൻ്റെ ഫ്രണ്ട് ഇതെങ്ങനെ ഇരിക്കും. സോ പിന്നെ എനിക്കൊരു എവിടെ പോയാലും ഒരു മുതുക്ക് ബാഗ് കാണും. എൻ്റെ മുതുക്ക് ബാഗ് കണ്ടോ, മുതുക്ക് ബാഗിനകത്ത് കുറേ പാട്ടവർക്കി സാധനങ്ങളൊക്കെ കാണും. ഹെയർ കട്ടിന് പോകുന്ന ആളുകളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ചെല്ലുമ്പം എന്തായാലും അവർ ഹെയർ വാഷ് ചെയ്യും, ഷാമ്പു ഒക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്യും. ഞാൻ എപ്പോഴും ഹെയർ കട്ടിന് പോകുമ്പം സാധാരണ നമ്മൾ ഷാമ്പു ഇടുന്നതിന് മുമ്പ് മുടിയിൽ എണ്ണ തേക്കത്തില്ലേ, ഞാൻ അതുപോലെ കണ്ടോ നല്ല എണ്ണ വെഴുക്കായിട്ടിരിക്കുന്നതാണെന്നോ. ഞാൻ നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച്, ഭയങ്കര എണ്ണ വെഴുക്കല്ല, അവർക്ക് കാണുമ്പോൾ ഒന്നും തോന്നരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു എണ്ണമയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതാണ് ബെറ്റർ ഓൾവേസ്. കാരണം അവരെന്തായാലും ഷാമ്പു ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ മുടി ഡ്രൈ ആവും. നമ്മളപ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കരമായിരിക്കും. അവർ ചീപ്പുന്ന സമയത്ത് എൻ്റെ മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞിങ്ങ് വരും. ബട്ട് എനിവേ നമുക്ക് പോയിട്ട് വരാം. കം ഓൺ. അങ്ങനെ ഒരു 3:30 ആയപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ അവിടെ ചെന്നേ. ഞാൻ ശരിക്കും അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. സലൂൺ ദി ആർ ഇവിടെ കപ്പലണ്ടി മുക്ക് കൊല്ലം അവിടെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആംബിയൻസ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ ചെന്ന് ഇരുന്നപ്പോൾ എനിക്ക് അവർ ആദ്യം ഒരു ചൈനക്കാരിയെ പോലെ കെട്ടിയൊക്കെ തന്ന് അവിടെ ഇരുന്നൊരു വെള്ളത്തുണിയൊക്കെ എന്നെ എടുത്ത് മൂടി. അപ്പോൾ പുള്ളി എന്നെ നോക്കി നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കും എന്നെ കണ്ടിട്ട് നല്ല രീതിയിൽ ചിരിയൊക്കെ വന്ന്. പിന്നെ രണ്ടുപേരും വന്ന് നിന്ന് എൻ്റെ മുടിയുമേ താജ്മഹൽ പണിയുകയായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഹെയർ വാഷും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഡ്രൈ ചെയ്യാണ്. ഈ എൻ്റെ മുടി വെട്ടിത്തരുന്ന ചേട്ടൻ മറ്റേ ചേട്ടൻ എങ്ങനെ വെട്ടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി നിന്ന് എൻ്റെ തലയുമേ നോക്കി ഇന്ന് പഠിക്കുന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഓക്വേർഡ് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റായിടാ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ലെങ്ത്തായിട്ട് മുടി വളർന്നായിരുന്നു ഒരു വർഷം കൊണ്ട്. പക്ഷേ എൻ്റെ മുടിയെല്ലാം ഞാൻ കിടക്കുന്ന കണ്ടോ, അവിടെ വെട്ടി കിടക്കുവാണ്. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുവാണ് എൻ്റെ മുടി. പക്ഷെ എന്നാലും സാരമില്ല, മുടിയല്ലേ കിളിക്കും. പിന്നെ എനിക്ക് ഈ നീളത്തിലൊന്നും അല്ല ഇഷ്ടം, എനിക്ക് നല്ല ഞെരുക്കമുള്ള മുടിയാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ എൻ്റെ മുടി നീളം വയ്ക്കും, പക്ഷെ ഞെരുക്കം വയ്ക്കാനാണ് പാട്. എന്ത് ചെയ്യാൻ, പിള്ളേ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ ആ ചേട്ടൻ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നിട്ട് പിന്നെ ഹെയറിൽ സീറോ ഒക്കെ അപ്ലൈ ചെയ്യാൻ. ഈ വട്ടം ഞാൻ നല്ല രീതിയിൽ മുടി കുറച്ച് നല്ല രീതിയിൽ ലെങ്ത്ത് കുറച്ചിട്ടാണ്. എൻ്റെ കൂടെ പുള്ളിയുണ്ട്, പുള്ളി മാറി മാറി നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഹെയർ കട്ട് ചെയ്ത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ബാങ്ക്സ് വെട്ടിയിടുന്നത്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, അതങ്ങ് സാധിച്ചു കിട്ടി എനിക്ക് ബാങ്ക്സ് ഇട്ടപ്പം. സോ ഇനി നമ്മളിവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോവുമെടാ, എവിടെയെങ്കിലുമൊക്കെ കൂടെ പോയിട്ട് വീട്ടിൽ പോകുന്നുള്ളടാ. ഇവിടെ പോവും എന്നാണ് ആലോചിക്കുന്നത്. ആക്ച്വലി ഇവിടെ എവിടെയെങ്കിലും പോകണം. സോ പോയിട്ട് കാണിക്കാം. ഓക്കെ. മുടിയൊക്കെ എന്തായാലും കാശ് കൊടുത്ത് വെട്ടിയല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് 2-3 ഫോട്ടോസ് ഒരു വീഡിയോ ഒക്കെ എടുത്തില്ലെങ്കിൽ ഒരു സുഖമുണ്ടാവും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ ഷോയൊക്കെ വാരി പറക്കി ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയി ചെന്ന് നിന്നൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്, എന്നെ കൊള്ളാവോ എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നു. ഞങ്ങൾ ആശ്രാമം മൈതാനത്ത് വന്ന് പായല്ല കാണിക്കും. കണ്ടോ ആശ്രാമം ഗ്രൗണ്ട്. അങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ നടക്കുകയാണ്. ഒരു വ്ലോഗ് എടുക്കാൻ അറിഞ്ഞൂടാ ഗായ്സ്. കണ്ടില്ലേ, എടുക്കുന്ന കണ്ടില്ലേ.
ഞാൻ കാണിക്കട്ടെ, ഞാനങ്ങ് കാണിക്കട്ടെ. അത് മാത്രം വേണ്ട. താടിയിൽ മാത്രമേ ഇങ്ങനെ ക്യാമറ കാണിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ക്യാമറ അടിച്ചു തരാൻ. ആശ്രാമം ഗ്രൗണ്ടിലാണ് ഹെയർ കട്ട് കഴിഞ്ഞിട്ട് വന്നത്. ഞങ്ങൾ ഇതിനിടയിൽ തങ്കശ്ശേരിയിൽ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ട ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ ഒരു വാട്ടർ ബ്രേക്ക്, അവിടെ പോയതാണ്. പക്ഷെ അവിടെ കള്ളക്കടൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. കള്ളക്കടൽ എന്ന് പറഞ്ഞിട്ട് പൂട്ടിയിട്ടേക്കുവാണ്. അതുകൊണ്ട് ഞങ്ങൾ ആശ്രാമം ഗ്രൗണ്ടിൽ വന്നതാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പം ദാഹിച്ചുകൊണ്ട് പിന്നെ അപ്പുറത്തുള്ള ജാജീസിലേക്ക് കയറി. ആശ്രാമം ഗ്രൗണ്ടിൽ വന്ന ജാജീസിൽ കയറി ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിക്കാതെ ഞങ്ങൾ പോത്തില്ല. അതെന്തോ ഞങ്ങളുടെ ശീലമായി മാറിക്കഴിഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.